ഇന്നൊരു യാത്ര പോയ വീഡിയോ ആയാലോ? കുറെ മുൻപ് പോയതാണ്, പക്ഷേ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ ഫോണിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് എഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ച് രാവിലെ 4 മണിക്ക് ഇതാ പോവാണ് കേട്ടോ. ഞാൻ ഈ യാത്ര ഒരു കുളർക്കാത്തൊരു യാത്രയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ വാ നമുക്ക് പോവാം, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അവർക്കത്തുനിന്ന് നീച്ച് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് പോകുന്ന യാത്രയാണ്. ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോയ യാത്രയായിരുന്നു. പിന്നെ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. കാസർകോട്ടേക്കാണ് പോകുന്നത്. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, അതുകൊണ്ടാണ് ഇത്ര ഒരു ഉഷാറിൽ നീറ്റ് പോയത്. ഞാൻ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി കേട്ടോ. ഇക്ക ഒരു ചടപ്പില്ല, അതിങ്ങനെ വണ്ടി ഓടിക്കുകയാണ്. ഇതിന് പിന്നെ വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എത്രയും ഉറക്കം വെച്ചിട്ടാണെങ്കിൽ കൂട്ടിക്കോളും. ഉറക്കം ഉറങ്ങിയിട്ട് എനിക്ക് വയ്യ, എനിക്ക് എന്തൊക്കെയോ ഒരു വിമ്മിഷ്ടം. പക്ഷെ ഇത് ഭയങ്കര ജോലിയായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ കണ്ണൂർ എത്തിയപ്പോൾ തോന്നുന്നു ഏകദേശം കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഇവിടുത്തെ ഇഡ്ഡലി നോക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഇക്കാക്ക് പിന്നെ പൊറോട്ട പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ രാവിലെ തന്നെ ഈ പൊറോട്ട ഇഷ്ടമല്ല. അങ്ങനെ ഇക്കാടെ ഫ്രണ്ട് കാദർച്ചാന്റെ വീട്ടിലെത്തി. ഭയങ്കര സ്നേഹമുള്ള ഫാമിലി കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇവിടുത്തെ കുട്ടികളായാലും വലിയവരായാലും ആ വീഡിയോയിൽ ആഡ് ചെയ്യാത്താണ് കേട്ടോ. പിന്നെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഇതാണ് റിയ, ലിസ, ഷസ്ന, അങ്ങനെ ഞാൻ തോന്നുന്ന പേരാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതാണ് കേട്ടോ കാദർച്ച, ഇതാണ് അവരുടെ വല്യമ്മ. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇക്കാക്ക് ഒരു ഷർട്ട് വാങ്ങി, പിന്നെ എനിക്കും ഒരു ടോപ്പ് വാങ്ങാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി ഭയങ്കര ദാഹം. പിന്നെ പോണ വഴിക്ക് ഒരു വാട്ടർമെലൻ്റെ ഒരു ജ്യൂസ് കുടിച്ചു. അപ്പം തന്നെ ഒരു ആശ്വാസമായിട്ട്. എൻ്റെ ഒരു കോലം നോക്ക്, എന്താണ് ആകെ കണ്ട് ഭയങ്കരമായിട്ട് ടയേർഡ് ആയിക്കണേ. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ക്ഷീണം. ഒന്നാമത് എനിക്ക് കാറിൽ ഇത്രയും ദൂരെ യാത്ര ചെയ്താലേ, അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട്. അങ്ങനെ കാദർഖാൻ്റെ പെങ്ങളെ വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ നിർത്തിയത്. പെങ്ങൾ കാദർച്ചാൻ്റെ വീട്ടിൽ പോയി നിന്നു. നോക്ക് നിങ്ങൾ, നമുക്ക് ഒരു വീട് തന്നെ നമുക്ക് തന്നൊക്കെ നമ്മൾ എന്താ പറയുക, വേണമെങ്കിൽ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യായിരുന്നു. പക്ഷെ അവരവരുടെ എത്രയും വലിയ വീട് തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി വീണ്ടും വൈകുന്നേരം ഫ്രഷ് ആയിട്ട് കാദർച്ചാൻ്റെ വീട്ടിൽ രാത്രി പോയി. അപ്പോൾ അവരെ കുട്ടികൾ എനിക്ക് ഡാൻസ് ഒക്കെ കളിച്ചു തന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടുത്തെ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ജസ്റ്റ് ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിക്കാന്ന് വെച്ച് ഇനി ഒരു ഉറക്കം ഉറങ്ങണം. എനിക്ക് ഉറക്കം മര്യാദക്ക് ശരിയായിട്ടില്ല, എന്തൊരു ഉറക്ക പിശാച്ചായി മാറിയിരിക്കുന്നു ഞാൻ. അപ്പോൾ അതാണ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ. അങ്ങനെ ഒരു ഷെയ്ക്ക് കുടിച്ചിട്ടോ. ചേട്ടേ നേരെ കൊടുത്തു. അതിനിടയ്ക്കുള്ള വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റില്ല, എൻ്റെ ഫോണത്തെ ചാർജ് പറ്റി കഴിഞ്ഞിരുന്നു. കുറച്ച് നേരം അങ്ങനെ രാവിലെ അങ്ങനെ നോക്കുത്തിയാളെ മാതിരി അങ്ങനെ മുറ്റത്ത് നോക്കിയിരുന്നു. പിന്നെ ഒക്കെ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇവിടെ ഇങ്ങനെ കാര്യം വെയിറ്റ് ചെയ്ത് എന്തായിരിക്കും കണ്ണൂരപ്പം കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ കണ്ണൂരപ്പം കൊടുന്നു, ഞാനത് കഴിച്ചു. ഈ പൊറോട്ട പിരാന്തൻ പൊറോട്ടയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ തിരിച്ചു പോവാണ്. 11 മണിക്കാണ് ട്രെയിന്. അപ്പോൾ കാദർച്ചാൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നെയ്ച്ചോറും ബീഫൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അവിടുത്തെ ഫുഡ്. എന്താണെന്നറിയില്ല, നമ്മൾ സ്നേഹത്തോടെ വിളമ്പി തരുന്നതുകൊണ്ടാവാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി അവരുടെ ഫാമിലി. കാദർച്ച, അവരുടെ ഉമ്മ, ഉപ്പ, പെങ്ങന്മാർ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ സ്റ്റേഷനിലെത്തി. എനിക്ക് കാറിൽ പോകാൻ വയ്യേന്ന് പറഞ്ഞ് ട്രെയിനിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ട്രെയിനിൽ കയറിയത്. കാരണം കാറിൽ ഇരുന്ന് ഭയങ്കര മടുത്ത് ചടപ്പ് പരിപാടിയാണ്. ഒന്നാമത് നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. ട്രെയിനാകുമ്പോൾ ഭയങ്കര ആസ്വദിച്ച് പോകാമല്ലോ. കുറേ ആയി ട്രെയിനിൽ കയറിയിട്ട്. അപ്പോൾ ഈ യാത്ര കഴിയാനായിട്ടോ. ഭയങ്കരമായിട്ട് ഓർക്കാനുള്ള, മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. ഏതായാലും നമ്മുടെ നാട്ടിൽ തിരൂരിലെത്തിയിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ടാറ്റാ.